എല്ലാവർക്കും ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോ ഓപ്പണോപ്പണോ എന്ന ആ ഒരു പ്രെയറിലൂടെ നമ്മുടെ ശാരീരികമായ അതുപോലെ മാനസികമായ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് തീരെ ഇല്ലാതാക്കാം, എങ്ങനെ നമുക്ക് സീറോ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു നല്ല ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രെയറാണ് ഹോ ഓപ്പണോപ്പണോ. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവർ എന്തായാലും അത് ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കെങ്ങനെ ഓരോ ദിവസം നമുക്ക് ഏറ്റവും നന്നായി ജീവിക്കാം, അല്ലെങ്കിൽ ഈ ഓ ഓപ്പണോപ്പണോ എന്ന ആ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് നമുക്കെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇതിനെ പറ്റിയിട്ടാണ് ഇതിൽ ഞാൻ പറയുന്നത്. നമുക്കറിയാം ഈ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഡോക്ടർ ഹ്യൂലൻ എന്നു പേരുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മാനസിക രോഗാശുപത്രിയിൽ കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടായിരുന്നു. അവർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ എന്ത് ചെയ്തിരുന്നു, ഉപദ്രവിക്കലായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഡോക്ടർ അറിഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് അവിടെയുള്ള ഫയലുകൾ മൊത്തം എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രെയർ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അവരുടെ രോഗത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഹോ ഓപ്പണോപ്പണോ പ്രെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചാൻറ്റിങ്ങിലൂടെ മാത്രം ഈ രോഗികളെല്ലാവരും സുഖപ്പെട്ട് ഈ മാനസിക രോഗ ആശുപത്രി തന്നെ പൂട്ടിയിട്ട് അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് സാധാരണ പെരുമാറുന്ന സാധാരണ ആൾക്കാരുടെ പോലെ അവർക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് വെറും ഒരു കഥയല്ല, നടന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസത്തെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഇത് സാധ്യമായത്. ഇപ്പോൾ നമുക്കായാലും ഫിസിക്കലി നമ്മളുടെ ഒരു തലവേദന വന്നു, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ അട്രാക്റ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തത് നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും, അതിപ്പോൾ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഇമോഷണലി നമുക്ക് എന്ത് പെയിൻ ഉണ്ടെങ്കിലും നമ്മളതിനെ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രെയർ നമ്മൾ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലത്തെ ആ ഒരു വേദനയുടെ വ്യത്യാസം നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഈ തലവേദന എൻ്റെ ശരീരത്തിൽ എനിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ നമുക്കൊരാളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ വേദന അനുഭവിക്കുന്നതും വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വേദന ഞാൻ തന്നെ മുഴുവനായിട്ട് 100% റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു ചാൻറ്റിങ്, അതായത് ഈ ഒരു ഹോ ഓപ്പണോപ്പണോ പ്രെയർ നമ്മൾ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇതാണ് നമ്മൾ ചാൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തലവേദനയുടെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അതിനെ ഹീൽ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ടാണ് തലവേദനയുടെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്ത് അസുഖമാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം.
അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹോ ഓപ്പണോപ്പണോ പ്രെയർ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനോ ഇതൊന്നുമല്ല പറയുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോളൂ. നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കുക. പ്ലസ് ഈ ഒരു ഓപ്പണോ പ്രെയറും കൂടി ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കാണാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പെയിനിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും എന്ത് കാര്യമാണോ നമുക്ക് വേണ്ടത്, ഇത് നമ്മളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമ്മളുടെ റിലേഷൻഷിപ്പിനാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. എല്ലാതും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും 2 സമയം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ എണീറ്റ ഉടനെ നമ്മൾ ചെയ്ത ഇതിനുള്ള റിസൾട്ട് വളരെ പവർഫുള്ളായിരിക്കും. നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും തന്നെ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹോ ഓപ്പണോപ്പണോ പ്രെയർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ മെൻ്റൽ എല്ലാ പെയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയുന്ന പോലെ ഞാൻ അതിനുള്ള മറുപടി അയക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.